കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി സഖാവ് വി.എസ്. അച്യുതാനന്ദന്റെ ഒന്നാം ചരമവാർഷിക ദിനം ഇന്ന് കേരളത്തിലെമ്പാടും സമുചിതമായി ആചരിക്കുകയാണ്. അനൗൺസ്മെന്റ് മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളെ ദുഷ്കരമായ ഒരു രീതിയിലൂടെയാണ് കടന്നു പോകുന്നത്. സപ്തവർണ്ണങ്ങൾ ചാലിച്ചെഴുതിയ സുന്ദര കവിതകൾ പോലെ കളകളാരവും ഏറ്റൊഴുകുന്ന കാട്ടാറുകളും സംഘഗാനം ആലപിക്കുന്ന പഞ്ചവർണ്ണക്കിളികളും മലമരകൾ കൊണ്ട് അനുഗ്രഹീതമായ മൂലമറ്റം. ഈ മഴയത്തും വെയിലത്തൊക്കെ വണ്ടിയിൽ അനൗൺസ്മെന്റ് ചെയ്യുക അത് എത്ര എളുപ്പമുള്ള പണിയല്ല. ഈ തൊണ്ടയ്ക്കും ശബ്ദത്തിനും എങ്ങനെയാണ് ചേട്ടൻ സംരക്ഷണം നൽകുന്നത്? ഹായ്, ടിജോയാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മൂലമറ്റത്താട്ടോ. എൻ്റെ കൂടെ നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടുപരിചയം ഉണ്ടാകില്ല, പക്ഷേ അദ്ദേഹത്തിന് ശബ്ദം കേൾക്കാത്ത ഒരു മൂലമറ്റംകാരനും ഉണ്ടാവില്ല. കഴിഞ്ഞ 30 വർഷമായിട്ട് മൂലമറ്റത്തിൻ്റെ അനൗൺസറായിട്ട് ജോലി ചെയ്യുന്ന ഷായ്ചേട്ടനാട്ടോ നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വില്ലേജ് വ്ലോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഷായ്ചേട്ടൻ നമസ്കാരം. അപ്പോൾ ഷായ്ചേട്ടൻ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്? ആദ്യമായിട്ട് അനൗൺസ്മെന്റ് ചെയ്ത ദിവസമൊക്കെ ഓർക്കുന്നുണ്ടോ? ആദ്യമായിട്ട് അനൗൺസ്മെന്റ് ചെയ്ത ദിവസങ്ങൾ ഓർക്കുന്നില്ല, എങ്കിലും 30 വർഷങ്ങൾക്ക് മുമ്പ് മൂലമറ്റം ടൗണിലെ LRV എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലൂടെ മൈസെറ്റ് പണി പഠിച്ചു. ആ മൈസെറ്റ് പണിയുടെ കൂടെ ചെറിയ ചെറിയ അനൗൺസ്മെന്റ് ചെയ്ത് അങ്ങനെ പ്രൊഫഷണലായ ഫീൽഡിലേക്ക് വന്നു. നിലവിൽ ആ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 30 വർഷം മുമ്പ് മൂലമറ്റം എങ്ങനെയായിരുന്നു? അന്നത്തെ അനൗൺസ്മെന്റ് രീതികളും വണ്ടികളൊക്കെ എങ്ങനെയായിരുന്നു ഷായ്ചേട്ടൻ ഓർക്കുന്നുണ്ടോ? 30 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ പെട്രോള്, ജീപ്പ്, ഓട്ടോറിക്ഷ ഇറങ്ങിയ കാലങ്ങൾ ആണ് മൂലമറ്റത്ത്. അന്ന് അനൗൺസ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് കോളാമ്പി കെട്ടി ബാറ്ററി സിസ്റ്റത്തിലാണ് അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അന്ന് മൺവഴിയും മലയോരങ്ങളെല്ലാം മൺവഴിയും കാര്യങ്ങളും ഒക്കെയാണ്. എടാട്, എലപ്പള്ളി അങ്ങനെയുള്ള പ്രദേശത്തേക്ക് കടന്നു ചെല്ലാൻ വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് അന്ന് മറ്റേ പെട്രോളിൻ്റെ ഫ്രണ്ടിലുള്ള വണ്ടി ജീപ്പിലാണ് അനൗൺസ്മെൻറ്റ് അന്നത്തെ കാലത്ത് നടത്തിയിരുന്നത്. അത് കോളാമ്പി സിസ്റ്റത്തിലൂടെയാണ്. ഇന്നാണ് ബോക്സ് ടൈപ്പ് എല്ലാം വന്നിരിക്കുന്നത്. സംവിധാനങ്ങളെല്ലാം ഇന്നാണ് ഉണ്ടായത്. 30 കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു സംവിധാനം ഈ പ്രദേശത്തില്ലായിരുന്നു. LRV എന്ന് പറയുന്ന മൈസെറ്റ് പ്രസ്ഥാനമാണ് മൂലമറ്റത്തിൻ്റെ മേഖലയിലെല്ലാം കടന്നു കയറി ചെന്നിട്ടുള്ളത്. അവിടെയെല്ലാം പോകാനും വർക്ക് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം അനൗൺസ്മെൻറ്റ് നടക്കുന്ന സമയത്ത് കൂടുതലും പാർട്ടി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടാണ്, CPM-ൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടാണ് അനൗൺസ്മെൻറ്റ് കൂടുതലും ചെയ്തിട്ടുള്ളത്. പിന്നെ നാട്ടിൽ നടക്കുന്ന അമ്പലങ്ങൾ, പള്ളികൾ, അങ്ങനെ നടക്കുന്ന ഉത്സവ സമയത്തുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ തരാറുണ്ട്. പിന്നെ പൊതുവായ എല്ലാ മേഖലയിലും ജാതിമത സംഘടനകൾ വിളിക്കാറുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മൾ ഇതിൽ കടന്നു ചെന്നിട്ടുണ്ട്. ദുർഘടമായ മേഖലയിലൂടെയാണ് അന്ന് കടന്നു പോയിക്കൊണ്ടിരുന്നത്. വഴി ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഭയങ്കരമായ ദുർഘടമായ സ്ഥലത്താണ് ഈ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. അത് ബാറ്ററി സിസ്റ്റത്തിലൂടെയാണ്. 30 വർഷത്തെ ഈ യാത്രയിൽ ഒരിക്കലും മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അഥവാ അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും നാക്കുപിഴകളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? അനൗൺസ്മെൻറ്റ് മേഖലയിൽ 10-30 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ പ്രത്യേക അനുഭവമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും എല്ലാ ആളുകളുടെയും അഭിനന്ദനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും നമ്മളെ ഭയങ്കരമായിട്ട് ചേർത്ത് നിർത്തുന്ന ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ നാക്കുപിഴ അങ്ങനെ ഒരു സംഭവം ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അനൗൺസ്മെൻറ്റ് മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഷായ്ചേട്ടാ, പണ്ട് ഈ കോളാമ്പി കെട്ടിയ വണ്ടിയിലായിരുന്നല്ലോ നമ്മുടെ അനൗൺസ്മെന്റ് ഒക്കെ വന്നിട്ട്. അന്നത്തെ അനൗൺസ്മെന്റ് ഇന്നൊക്കെ സോഷ്യൽ മീഡിയയും അതുപോലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുവഴി ഒരുപാട് നമ്മുടെ അവസരങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടോ? അന്ന് കോളാമ്പി കെട്ടിയതാണ്. ഇപ്പം ഡിജിറ്റൽ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ അനൗൺസ്മെൻറ്റ് മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളെ ദുഷ്കരമായ ഒരു രീതിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ തൊഴിൽ മേഖലയെ ബാധിച്ചിട്ടുണ്ട്. റെക്കോർഡിംഗ് സിസ്റ്റത്തിലേക്ക് വന്നു. റെക്കോർഡിംഗ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ലൈവായിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ആളുകളെ അത് ഒത്തിരി ബാധിച്ചിട്ടുണ്ട്. റെക്കോർഡിംഗ് മേഖല കടന്നു വന്ന ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പണിയില്ലാതെ ആയിട്ടുണ്ട്. ജീവിതം വഴിമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കടന്നു പോകുന്നുണ്ട്. നിലവിലെ അവസ്ഥ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പം അത് ഇതിന് യൂണിയനെല്ലാം ഉണ്ടെങ്കിലും അമിതമായ പൈസ മേടിച്ചുകൊണ്ടാണ് റെക്കോർഡിംഗ് സംവിധാനം നടക്കുന്നത് എല്ലാ മേഖലയിലും. അതിപ്പോൾ ഒരു ഇലക്ഷൻ കാലം വന്നാലും എല്ലാം റെക്കോർഡിംഗ് സിസ്റ്റത്തിലേക്ക് പോയതുകൊണ്ട് ലൈവായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് പണിയില്ലാതെ വരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഈ മഴയത്തും വെയിലത്തൊക്കെ വണ്ടിയിൽ അനൗൺസ്മെന്റ് ചെയ്യുക അത് എത്ര എളുപ്പമുള്ള പണിയല്ല. ഈ തൊണ്ടയ്ക്കും ശബ്ദത്തിനും എങ്ങനെയാണ് ചേട്ടൻ സംരക്ഷണം നൽകുന്നത്? തൊണ്ടയ്ക്ക് നമ്മൾ പ്രത്യേക സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തണുത്ത സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, ചൂട് വെള്ളം കുടിച്ചിട്ടാണ് അനൗൺസ്മെൻറ്റ് ചെയ്യാറുള്ളത്. ഒരു 4-5 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന പരിപാടി ചെയ്യാം. ഫുൾ ടൈം ആണെങ്കിൽ രാവിലെ 8 മുതൽ വൈകുന്നേരം ഒരു 6-7 മണി വരെ നമ്മൾ ചെയ്യുമ്പോഴും ഒരു 4 ദിവസം വരെ തൊണ്ട നമ്മളെ കാത് സൂക്ഷിക്കാറുണ്ട്. അത് കഴിയുമ്പോഴാണ് തൊണ്ടയുടെ ശബ്ദത്തിന് മാറ്റം വരാറുള്ളത്. ഷായ്ചേട്ടാ, നമുക്ക് വേണ്ടി ഒരു അനൗൺസ്മെന്റ് പറയാമോ? അതെന്നാ ചെയ്തു തരാലോ. സപ്തവർണ്ണങ്ങൾ ചാലിച്ചെഴുതിയ സുന്ദര കവിതകൾ പോലെ കളകളാരവും ഏറ്റൊഴുകുന്ന കാട്ടാറുകളും സംഘഗാനം ആലപിക്കുന്ന പഞ്ചവർണ്ണക്കിളികളും മലമരകൾ കൊണ്ട് അനുഗ്രഹീതമായ മൂലമറ്റം.
മൂലമറ്റം പട്ടണത്തെ അക്ഷരാർത്ഥത്തിൽ പ്ലകച്ചാർത്തണിയിച്ചുകൊണ്ട് തിരുവോണത്തോടനുബന്ധിച്ച് മൂലമറ്റം ടൗണിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ പങ്കാളികളാകുവാൻ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഷാജി ചേട്ടാ, ഈ ഒരു ജോലി കൊണ്ട് ചേട്ടൻ്റെ കുടുംബം മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? ഈ ഒരു മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ ഈ ഒരു തൊഴിൽ കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് പോകില്ല. ഇപ്പോൾ റെക്കോർഡിംഗ് സിസ്റ്റം വന്നപ്പോൾ തന്നെ ലൈവായിട്ട് ചെയ്യുന്ന ആളുകളെ വിളിക്കാറില്ല. ലൈവായിട്ട് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കാതെ കൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ട് ഇത് പറ്റിയല്ല. അത് ഇതില്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ കൂലിപ്പണിക്ക് പോകും. കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൂലിപ്പണിക്ക് പോകും. ഈ ഒരു മേഖലയിൽ മാത്രമല്ല നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു കൂടുന്നു. ശബ്ദമാണ് എൻ്റെ വിലാസം എന്ന് തോന്നിയിട്ടുണ്ടോ? ശബ്ദമാണ് എൻ്റെ വിലാസം എന്ന് എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട്. അതിൽ ആളുകളിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് കാണുന്ന ആളുകൾ നമ്മൾ ലൈവായിട്ട് വിളിച്ച് ചെയ്യാനുള്ളൊരു അവസരം ജാതിമത സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം നമ്മൾ സഹായിക്കണം എന്നാണ് എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ ഷാജി ചേട്ടൻ ഇത്ര നേരം നമുക്ക് വേണ്ടി ഷാജി ചേട്ടൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു. അപ്പം ഷാജി ചേട്ടൻ്റെ ആൾക്കാരൊക്കെ ഇനി ഓരോ അനൗൺസ്മെൻ്റൊക്കെ വിളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഓക്കെ, താങ്ക് യു. സമ്മേളനത്തിലും പങ്കാളികളാകുവാൻ പ്രദേശത്തെ മുഴുവൻ പാർട്ടി സഖാക്കളോടും ബഹുജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്.